بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد عن أنس بن مالك رضي الله عنه أنه كان مع رسول الله صلى الله عليه وسلم جالسا ورجل يصلي ثم دعا اللهم إني أسألك بأن لك الحمد لا إله إلا أنت المنان بديع السماوات والأرض يا ذا الجلال والإكرام يا حي يا قيوم فقال النبي صلى الله عليه وسلم لقد دعا الله باسمه العظيم الذي إذا دعي به أجاب وإذا سئل به أعطى رواه أبو داود. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാദിം റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നറിയപ്പെട്ട സഹാബിയാണ്. 10ാമത്തെ വയസ്സിലാണ് റസൂലിൻ്റെ ഖാദിമാകുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ വന്നത് മുതൽ ഹിജ്റക്ക് 10 വർഷം മുമ്പാണ് മദീനയിൽ സഹാബി ജനിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് വരെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖാദിമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉമ്മു സുലൈം, മകനും ഉമ്മയും രണ്ടാൾക്കാരും റസൂലിൻ്റെ വീടുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ച ആളായിരുന്നു. സഹാബാക്കൾ പറയാറുണ്ടായിരുന്നു, അനസ് ബിൻ മാലിക്കും ഉമ്മു സുലൈമും അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആൾക്കാരാണോ എന്ന് പുതുതായി വരുന്ന ആൾക്കാർ സംശയിക്കുമായിരുന്നു. ആ രീതിയിൽ റസൂലിൻ്റെ വീടുമായിട്ട് അവർക്ക് ബന്ധമുണ്ടായിരുന്നു. സഹാബി 2286 ഹദീസ് ഉദ്ധരിച്ച സഹാബിയാണ്. അവസാനമായിട്ട് ബസറയിൽ വഫാത്തായ സഹാബിയാണ്. ഹിജ്റ 93 സഹാബി വഫാത്താകുന്നത്, അദ്ദേഹത്തിൻ്റെ 103ാമത്തെ വയസ്സിൽ. 2 ഖിബിലയിലേക്ക് നിസ്കരിച്ച അവസാനമായി വഫാത്തായ സഹാബിയാണ്. അന്ന് അനസ് ബിൻ മാലിക് വഫാത്താകുന്ന സമയത്ത് 2 ഖിബിലയിലേക്കും നിസ്കരിച്ച ഒരാളും ഭൂമി ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല. അവസാനമായിട്ട് അനസ് ബിൻ മാലിക്കാണ് വഫാത്തായത്. സഹാബി പറയാണ്, അന്നഹു കാന മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാലിസ. അനസ് ബിൻ മാലിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പള്ളിയിൽ ഇരിക്കുകയായിരുന്നു, മസ്ജിദ് നബവിയിൽ. അപ്പോൾ വറജുലുൻ യുസല്ലി സുമ്മ ദഅ. ആ സമയത്ത് ഒരു സഹാബി വന്നിട്ട് എന്ത് ചെയ്തു? പള്ളിയിൽ നിസ്കരിച്ചു. നിസ്കാരത്തിന് ശേഷം അദ്ദേഹം ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്ന ലകൽ ഹംദ് അൽ മന്നാൻ ബദീഉസ് സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം എന്നീ ദുആ. ഈ ദുആ ചൊല്ലിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് ദഅ അല്ലാഹ ബിസ്മിഹിൽ അദീം. ആ വ്യക്തി ദുആ ചെയ്തത് അള്ളാഹുവിൻ്റെ വലിയൊരു മഹത്തായൊരു ഇസ്മ വെച്ചിട്ടാണ്, ഒരു പേര് വെച്ചിട്ടാണ്. ആ ദുആൻ്റെ പ്രത്യേകത അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ്. ആ ദുആ വെച്ച് ആരെങ്കിലും ദുആ ചെയ്താൽ അജാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുആക്ക് ഉത്തരം നൽകും. വ ഇദാ സുഇല ബിഹി അഅത. ആ ദുആ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അഅത, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചോദിച്ചത് ആ വ്യക്തിക്ക് നൽകും. ആ ദുആൻ്റെ പ്രത്യേകതയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ബിഅന്ന ലകൽ ഹംദ്, എല്ലാ ഹംദും നിനക്കുള്ളതാണ്, അൽ മന്നാൻ വാരിക്കോരി നൽകുന്നവൻ, അടിമകൾക്ക് കണക്കില്ലാതെ നൽകുന്നവൻ, ബദീഉസ് സമാവാതി വൽ അർദ് ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ റബ്ബ്, യാ ദൽ ജലാലി വൽ ഇക്റാം അള്ളാഹിനെ പ്രശംസിക്കുകയാണ്, എല്ലാ പരമോന്നതമായ ഉന്നതനായ അള്ളാഹു, യാ ഹയ്യു യാ ഖയ്യൂം എന്നും ജീവിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നതുമായ അള്ളാഹുവെ. ഈ ദുആ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? നമ്മളെ കാര്യങ്ങൾ ചോദിക്കാം. അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
ആ ദുആക്ക് ഉത്തരം നൽകുമെന്നതിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് ഈ ദുആ വെച്ചിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലക്കൽ ഹംദ് ലാ ഇലാഹ ഇല്ലാ അൻത അൽ മന്നാൻ ബദീഉസ് സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം. അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പോൾ ഈ ദുആ എന്ത് ചെയ്യുക? ഹിഫ്ളാക്കുക. നമ്മൾ എന്ത് ആവശ്യമുണ്ടെങ്കിലും ഈ ദുആ പറഞ്ഞതിന് ശേഷം നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക. തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.